ഹലോ, നമുക്ക് മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് റിഗാർഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിങ്ക്രണൈസേഷൻ. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പല കോൺസെപ്റ്റ്സ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് സിങ്ക്രണൈസേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. So, synchronization in an operating system, it's a critical concept that ensures that multiple processes or threads can operate concurrently without interfering with each other, particularly when they share resources. അപ്പം സിങ്ക്രണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, വി ഹാവിംഗ് പ്രോസസ് അല്ലേ. പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പ്രോഗ്രാം ഓൺ എക്സിക്യൂഷൻ വി കോൾ ബൈ ദ നെയിം ഇസ് പ്രോസസ്. അപ്പം ഒന്നിലധികം പ്രോസസ്സുകൾ ഷെയർഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പം അവ പരസ്പരം ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇൻ്റർഫിയർ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഡേറ്റയുടെ കൺസിസ്റ്റൻസി അത് ബാധിക്കും. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് അത് മുഖാന്തരം കിട്ടില്ല. സോ അതിനെ റിലേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് സിങ്ക്രണൈസേഷൻ. സോ സിങ്ക്രണൈസേഷൻ ഇറ്റ്സ് എ ക്രിട്ടിക്കൽ കോൺസെപ്റ്റ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ വെൻ മൾട്ടിപ്പിൾ പ്രോസസ്സസ് ഓർ ത്രെഡ്സ് ദാറ്റ് ക്യാൻ ഓപ്പറേറ്റ് കൺകറൻ്റ്ലി വിത്തൗട്ട് ഇൻ്റർഫിയറിംഗ് വിത്ത് ഈച്ച് അതർ, പെർട്ടിക്കുലർലി വെൻ ദേ ഷെയർ റിസോഴ്സ്. അപ്പം നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതൊരു റിസോഴ്സ് മാനേജറാണ്. നമ്മൾക്ക് ഒന്നിലധികം പ്രോസസ്സുകൾ ഉണ്ടാകാം, ഒന്നിലധികം ത്രെഡുകൾ ഉണ്ടാകാം അല്ലേ. അപ്പം ഇതൊക്കെ ഷെയർഡ് റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്നിലധികം ത്രെഡുകൾ, ഒന്നിലധികം പ്രോസസ്സുകൾ ഒക്കെ നമ്മൾ കൺകറൻ്റ് ആയിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ഇവ കോമൺ ആയിട്ട് ചില റിസോഴ്സുകളെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കോൺസെപ്ച്വലായിട്ട് നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾക്ക് എന്താണ്? ഡേറ്റ ഇൻകൺസിസ്റ്റൻസി വിൽ occurs. So why we need synchronization? The reason is that data consistency is very important അല്ലേ. ഡേറ്റ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിങ്ക്രണൈസേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ അഷ്വർ ഡേറ്റ കൺസിസ്റ്റൻസി. Then resource sharing. So we know that this resource sharing is again very important അല്ലേ. നമുക്ക് റിസോഴ്സുകളെ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ സിങ്ക്രണൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? യെസ്, യു ക്യാൻ ഷെയർ ദ റിസോഴ്സസ്. റിസോഴ്സുകളെ പ്രോപ്പറായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം, അതിനെ കറക്റ്റായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം. ആ ഷെയർഡ് റിസോഴ്സുകളായിട്ടുള്ള ഫയലുകളായാലും മെമ്മറി ആയാലും അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെയും ഒക്കെ നമുക്ക് എന്താണ്? കൃത്യമായ രീതിയിൽ ഷെയർ ചെയ്ത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ അഗെയിൻ കോർഡിനേഷൻ. കോർഡിനേഷൻ മീൻസ് ഇറ്റ്സ് നത്തിങ് ബട്ട് ടു മാനേജ് ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് പ്രോസസ്സസ്. എങ്ങനെ, ഏത് ഓർഡറിൽ വേണം പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ, ഈ കാര്യങ്ങളൊക്കെ എന്താണ്? സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ദീസ് ആർ അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം സിങ്ക്രണൈസേഷൻ നോക്കി. ഇപ്പം നമ്മൾ പറഞ്ഞു OS സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒന്നിലധികം പ്രോസസ്സുകൾ ഒരു ഷെയർഡ് റിസോഴ്സിനെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വേണ്ട കോൺസെപ്റ്റാണ് ഏത്? സിങ്ക്രണൈസേഷൻ. ഈ സിങ്ക്രണൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധ്യമാണെന്ന് പറഞ്ഞു? യെസ്, ഡേറ്റ കൺസിസ്റ്റൻസി നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ദ നെക്സ്റ്റ് വൺ, യു ക്യാൻ ഷെയർ ദ റിസോഴ്സസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് അഗെയിൻ കോർഡിനേഷൻ. ഫൈൻ. ദെൻ while we are discussing regarding this സിങ്ക്രണൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട കുറച്ച് കീ കോൺസെപ്റ്റ്സ് ഉണ്ട് നമ്മൾക്ക്. അതിലെ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ സെക്ഷൻ. വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ സെക്ഷൻ? യു ഹാവ് ടു നോ. ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് റേസ് കണ്ടീഷൻ, അതറിയണം. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണെന്ന് അറിയണം. ഡെഡ്ലോക്ക് എന്താണെന്ന് അറിയണം. അതോടൊപ്പം തന്നെ സ്റ്റാർവേഷൻ എന്താണ്. അപ്പോൾ ഈ ഇത്രയും കോൺസെപ്റ്റ്സ് നമ്മളൊന്ന് മനസ്സിലാക്കണം ഏതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ. വൈൽ വി ആർ ഡിസ്കസിങ് റിഗാർഡിങ് സിങ്ക്രണൈസേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ ഫസ്റ്റ് കോൺസെപ്റ്റ് ഈസ് ക്രിട്ടിക്കൽ സെക്ഷൻ. ആദ്യം നമ്മൾ അറിയേണ്ട ഒരു ടേം അല്ലെങ്കിൽ ഒരു ടെർമിനോളജി എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണ്? സോ ക്രിട്ടിക്കൽ സെക്ഷൻ മീൻസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ കോഡ് അല്ലേ, that access a shared resource and must not be concurrently executed by more than one thread or process. അപ്പം നമ്മൾ പറഞ്ഞു
ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു കോഡിന്റെ ഭാഗമാണ്. Then what is the highlight of that code? It's part of a code. ഒരു കോഡിന്റെ ഭാഗമാണ്. പക്ഷെ അവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? ദാറ്റ് ആക്സസ് എ ഷെയർഡ് റിസോഴ്സ്. ആ കോഡ് സെഗ്മെന്റ് ഒരു ഷെയർഡ് റിസോഴ്സിനെ ആക്സസ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ നമ്മൾ പാലിക്കേണ്ടതുകൊണ്ടാണ്. ദാറ്റ് കനോട്ട് ബി കൺകറന്റ്ലി എക്സിക്യൂട്ടഡ് ബൈ മോർ ദാൻ വൺ പ്രോസസ് ഓർ ത്രെഡ്. ഒന്നിലധികം പ്രോസസ്സുകളോ അല്ലെങ്കിൽ ഒന്നിലധികം ത്രെഡുകൾക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിട്ടിക്കൽ സെക്ഷനെ ഒരേ സമയത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിട്ടിക്കൽ സെഷനിലേക്ക് ഒരു ത്രെഡ് ഓർ ഇഫ് യു ഹാവിംഗ് എ പ്രോസസ് ദാറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദിസ് ക്രിട്ടിക്കൽ സെഷൻ, അതിന് മാത്രമേ ഏത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ആ കോഡ് പാർട്ട്, ആ ഷെയർഡ് റിസോഴ്സിനെ ഉപയോഗിച്ചുള്ള ആ കോഡ് സെഗ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റൂ. സോ ദാറ്റ് കോൺസെപ്റ്റ് വി കോൾ ബൈ ദ നെയിം ആസ് വാട്ട്? ക്രിട്ടിക്കൽ സെഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ സെഷൻ എന്ന്. അപ്പം ഞാൻ ഒന്നുകൂടി അത് പറയാം. ക്രിട്ടിക്കൽ സെഷൻ, ഇറ്റ്സ് അഗെയിൻ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് in which one synchronization. It's part of the code that access a shared resource and must not be concurrently executed by more than one thread or process. So it's clear regarding the critical section. Now the next terminology is റേസ് കണ്ടീഷൻ. അടുത്ത ഒരു ടെർമിനോളജി എന്ന് പറഞ്ഞാൽ അത് റേസ് കണ്ടീഷൻ എന്ന് പറയും. ഈ റേസ് കണ്ടീഷൻ എന്താണ്? ദ ഔട്ട്കം ഓഫ് ദ എക്സിക്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സീക്വൻസ് ഓർ ടൈമിംഗ് ഓഫ് സം അൺകൺട്രോൾഡ് ഈവന്റ്. അതായത് ചില അൺകൺട്രോൾഡ് ഈവന്റിന്റെ സ്വാധീനം നമ്മളിലേക്ക് വരും, നമ്മുടെ പ്രോഗ്രാമിംഗിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ദ കണ്ടീഷൻ വി കോൾ ബൈ ദ നെയിം ആസ് റേസ് കണ്ടീഷൻ. ആ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ത്രെഡിന്റെ എങ്ങനെയാണ് ആ ത്രെഡിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നത് നമ്മളുടെ റേസ് കണ്ടീഷനകത്ത് വരാം. അപ്പോൾ റേസ് കണ്ടീഷൻ എന്ന് പറയുന്നു ഇറ്റ്സ് അഗെയിൻ ദ സെക്കൻഡ് കോൺസെപ്റ്റ്, രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. ഈ റേസ് കണ്ടീഷൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സോ ദിസ് occurs when the outcome of the execution depends upon the sequence or timing of some uncontrolled event. ചില അൺകൺട്രോൾഡ് ഈവൻസിന്റെ ഒക്കറൻസ് അത് ഏത് സീക്വൻസിൽ ഒക്കർ ചെയ്യുന്നു അതിൻ്റെ ടൈമിങ്ങും കൊണ്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടേ നമ്മളുടെ പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ നമ്മൾ പറയും ദാറ്റ് കണ്ടീഷൻ വി കോൾ ബൈ ദ നെയിം ആസ് റേസ് കണ്ടീഷൻസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റേസ് കണ്ടീഷൻ നമ്മൾ വിളിച്ചു. അത് രണ്ടാമത്തെ കോൺസെപ്റ്റ്. ഇനി മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ ടെർമിനോളജി നമ്മൾ അറിയണം. ഇറ്റ് ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. സോ വാട്ട് ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ? ദിസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ദാറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഓൺലി വൺ പ്രോസസ് ക്യാൻ ആക്സസ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റ് എ ടൈം. ഒരേ ഒരു പ്രോസസ്സിന് മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷനെ ഉപയോഗിക്കാൻ പറ്റൂ അറ്റ് എ ടൈം. ദാറ്റ് വൺ വി കോൾ ബൈ ദ നെയിം ആസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ആ കോൺസെപ്റ്റ് നമ്മൾ വിളിച്ച പേരെന്താണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു. ഇനി ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു. ഡെഡ് ലോക്ക് മീൻസ് ഇറ്റ്സ് അഗെയിൻ വെരി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റിലേറ്റ് ചെയ്യുമ്പോൾ. സോ വാട്ട് ഈസ് ദിസ് ഡെഡ് ലോക്ക്? എ സിറ്റുവേഷൻ വെയർ മോർ ദാൻ വൺ പ്രോസസ്, ഒന്നിലധികം പ്രോസസ്സുകൾ എന്ത് ചെയ്തു? ഇറ്റ്സ് വെയിറ്റിംഗ് ഇൻഡെഫിനിറ്റ്ലി ഫോർ ഈച്ച് അതർ ടു റിലീസ് റിസോഴ്സസ്. ഒന്നിലധികം പ്രോസസ്സുകൾ നമ്മൾക്കുണ്ട്. ഇതെല്ലാം കുറേ റിസോഴ്സുകളെ ഷെയർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുമുണ്ട്. ഇവ പരസ്പരം എന്താണ്? അതായത് P1, P2, P3 എന്ന് പറയുന്ന മൂന്ന് പ്രോസസ്സുകൾ. അപ്പം P1 കുറച്ച് റിസോഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, P2 യൂസ് ചെയ്യുന്നുണ്ട്, P3യും യൂസ് ചെയ്യുന്നുണ്ട്. P1 ഈസ് വെയിറ്റിംഗ് ഫോർ P2 ടു റിലീസ് സം റിസോഴ്സസ്. P3 വെയിറ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടി? P2 റിസോഴ്സുകളെ റിലീസ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വിളിക്കും വി കോൾ ദാറ്റ് സിറ്റുവേഷൻ ആസ് വാട്ട്? ഇറ്റ്സ് എ ഡെഡ്ലോക്ക് സിറ്റുവേഷൻ. ഡെഡ്ലോക്ക് മീൻസ് വാട്ട്? ഇറ്റ്സ് എ സിറ്റുവേഷൻ വെയർ ടു ഓർ മോർ പ്രോസസ് ആർ വെയിറ്റിംഗ് indefinitely for each other to release resources. ഒന്നിലധികം പ്രോസസ്സുകൾ പരസ്പരം വെയിറ്റ് ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ്? റിസോഴ്സുകളെ റിലീസ് ചെയ്യുക. അപ്പോൾ അത് റിസോഴ്സുകളെ ഉപയോഗിക്കുന്നുണ്ടാകും, എന്നിട്ട് മറ്റൊരു റിസോഴ്സിന് വേണ്ടി അത് വെയിറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് സിറ്റുവേഷൻ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വി കോൾ ഇറ്റ് ആസ് ഡെഡ്ലോക്ക്. നമ്മുടെ സിസ്റ്റം ഹോൾട്ട് ആകാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാർവേഷൻ. അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞു. ഇറ്റ്സ് എ സിറ്റുവേഷൻ where a process never get the chance to execute because other processes are constantly being prioritized. നമുക്കറിയാം ഈ പ്രോസസ്സുകൾക്ക് നമ്മൾ പ്രയോറിറ്റീസ് കൊടുക്കാറുണ്ട് അല്ലേ? ഓരോന്നിനും അതിൻ്റെതായ പ്രയോറിറ്റി. അപ്പോൾ ഹൈ പ്രയോറിറ്റി ആയിരിക്കും ആദ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ പറയുന്നത് ഇത്രയുമാണ്.
സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രോസസ്സുകൾക്ക് എക്സിക്യൂഷനുള്ള പോസിബിലിറ്റിയെ കിട്ടുന്നില്ല. കാരണം എന്താണ്? അതിന് പ്രയോറിറ്റി കുറവായതുകൊണ്ട്. സോ ദാറ്റ് സിറ്റുവേഷൻ വി കോൾ ബൈ ദ നെയിം ആസ് സ്റ്റാർവേഷൻ. അപ്പം നമ്മളിപ്പം 5 കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. കീ കോൺസെപ്റ്റ്സ് ആണ് ഈ 5 ആദ്യത്തെ നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ സെക്ഷൻ. ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ പാർട്ട് ഓഫ് എ കോഡ്. Then what is the highlight of this code? It access a shared resource. ഒരു shared resource-നെ അത് access ചെയ്യുന്നുണ്ടാകും. Then the condition is that only one process or one thread can enter into this critical section. ഒരു സമയത്ത് simultaneous ആയിട്ട് ഒന്നിലധികം ത്രെഡുകൾക്കോ അല്ലെങ്കിൽ ഒന്നിലധികം പ്രോസസ്സുകൾക്കോ എവിടെ പറ്റില്ല? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് പറ്റില്ല. സോ ദാറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? വി കോൾ ഇറ്റ് ആസ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് വിളിച്ചു. രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് റേസ് കണ്ടീഷൻ എന്ന് വിളിച്ചു. ഈ റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഔട്ട്കം ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോസസ്. ശരിക്ക് ഒരു പ്രോസസ്സിന്റെ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഈവൻസിന്റെ കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇതിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് നമ്മൾ പറഞ്ഞു ചില പർട്ടിക്കുലർ സീക്വൻസ് അല്ലെങ്കിൽ ടൈമിംഗ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ കൂടെ കിട്ടി അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനെ കൂടെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ നമ്മൾ പറയും ദാറ്റ് കണ്ടീഷൻ ഇറ്റ്സ് എ റേസ് കണ്ടീഷൻ. അതൊരു റേസ് കണ്ടീഷൻ. അതെന്താകാം? ചിലപ്പം ഒരു ത്രെഡിൻ്റെ ഏത് സീക്വൻസിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ ടൈമിംഗ് ഇൻഫർമേഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള അൺകൺട്രോൾഡ് ഈവൻ്റ് കൂടെ ഇതിനകത്തേക്ക് വന്നാൽ വി കോൾ ദറ്റ് സിറ്റുവേഷൻ ആസ് റേസ് കണ്ടീഷൻ. സോ ഐ വിൽ എക്സ്പ്ലെയിൻ റേസ് കണ്ടീഷൻ വൺസ് അഗെയിൻ. It occurs when the outcome of the execution depends on the sequence or timing of അൺകൺട്രോൾഡ് ഈവൻസ്. അതായത് ഒരു ഔട്ട്കം ഓഫ് എക്സിക്യൂഷൻ, ഒരു എക്സിക്യൂഷൻ്റെ ഔട്ട്കം മറ്റ് ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൂടെ ഡിപ്പെൻഡ് ചെയ്ത്, ആ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അൺകൺട്രോൾഡ് ഈവൻസ് ആകാം. ആ അൺകൺട്രോൾഡ് ഈവൻസിനകത്ത് ഏതൊക്കെ വരാം? മേ ബി സം സീക്വൻസ് ഓർ ടൈമിംഗ്. ഫോർ എക്സാമ്പിൾ ദ ഓർഡർ ഇൻ വിച്ച് ദ ത്രെഡ് ക്യാൻ എക്സിക്യൂട്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ വിളിച്ചു റേസ് കണ്ടീഷൻ എന്ന് വിളിച്ചു. പിന്നെ നമ്മൾ അടുത്ത കോൺസെപ്റ്റ് പറഞ്ഞു മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഈസ് നത്തിങ് ബട്ട് വി എൻഷുവേഴ്സ് ദാറ്റ് the process can access the critical section. ഒരേ ഒരു പ്രോസസ്സിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ക്രിട്ടിക്കൽ സെക്ഷനെ ഒരു സമയത്ത് ആക്സസ് ചെയ്യാൻ പറ്റൂ. ദാറ്റ് കണ്ടീഷൻ ഓർ ദാറ്റ് സിറ്റുവേഷൻ ഓർ ദാറ്റ് ടെർമിനോളജി വി കോൾ ബൈ ദി നെയിം ആസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഇനി അടുത്ത കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? അതൊരു സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പ്രോസസ്സുകൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? കുറേ അധിക സമയം. ഇൻഡെഫിനിറ്റ്ലി ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ റിലീസ് ഓഫ് റിസോഴ്സസ്. ഇവ പരസ്പരം പലതും പല റിസോഴ്സുകളെയും ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മറ്റൊരു പ്രോസസ്സ് ആ റിസോഴ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടി അടുത്ത പ്രോസസ്സ് കാത്തിരിക്കുന്നു. സോ ദിസ് വിൽ ക്രിയേറ്റ് എ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ ആൻഡ് ദാറ്റ് ഫൈനലി റിസൾട്ട്സ് ഇൻ ദ ഹാൾട്ടിംഗ് ഓഫ് ദ സിസ്റ്റം. ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വി കോൾ ഇറ്റ് ആസ് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു. ദെൻ ഫൈനൽ ആയിട്ടുള്ള ടെർമിനോളജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സ്റ്റാർവേഷൻ. അപ്പം സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ സിറ്റുവേഷൻ. ചില പ്രോസസ്സുകൾക്ക് എന്ത് ചെയ്യും കിട്ടില്ല? എക്സിക്യൂട്ട് ചെയ്യാനേ അവസരം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? അതിന് പ്രയോറിറ്റി കുറവായതുകൊണ്ട്. ആൻഡ് ദാറ്റ് വൺ വി കോൾ ബൈ ദി നെയിം ആസ് സ്റ്റാർവേഷൻ. അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? സ്റ്റാർവേഷൻ നമ്മൾ വിളിച്ചു. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഡീറ്റെയിൽ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ ആണ്. ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു കോഡിന്റെ ഇറ്റ്സ് പാർട്ട് ഓഫ് എ കോഡ് ദാറ്റ് യൂസ് എ ഷെയർഡ് റിസോഴ്സ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ആക്സസ്ഡ് കൺകറന്റ്ലി ബൈ മോർ ദാൻ വൺ പ്രോസസ് ഓർ ത്രെഡ്. അതായത് ഇതൊരു കോഡിന്റെ ഭാഗമാണ്, ഇതൊരു ഷെയർഡ് റിസോഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു ഒന്നിലധികം ത്രെഡുകൾക്കോ പ്രോസസ്സുകൾക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല? കൺകറന്റ് ആയിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. നമ്മൾ ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. കൺസിഡർ എ സിമ്പിൾ ബാങ്കിങ് ആപ്ലിക്കേഷൻ where two processes are updating the balance of a shared bank account. ഷെയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ അതിൻ്റെ ബാലൻസ് രണ്ട് പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നു? ആക്സസ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് നോക്കാം. ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ എടുത്തത്. അവിടെ രണ്ട് പ്രോസസ്സുകളുണ്ട്. വിൽ ടേക്ക് ദ ടു പ്രോസസ് P1 ആൻഡ് P2. They are updating the balance of a shared bank account. ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള ബാലൻസ് അപ്ഡേറ്റ് ചെയ്യുന്നു. Let's see how it happens. Okay, അപ്പം നമ്മൾ എന്ത് ചെയ്തു? So we are having balance. The initial balance is 1000. So
നമുക്ക് രണ്ട് ഓപ്ഷനാണ്. വി ആർ ഹാവിംഗ് എൻ ഓപ്ഷൻ ഫോർ ഡെപ്പോസിറ്റ്. നമുക്ക് ഡെപ്പോസിറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. Then again, we are having an option to withdraw. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആകുമ്പോൾ നമുക്ക് എന്താണ്, യു ക്യാൻ ഡെപ്പോസിറ്റ് എമൗണ്ട് ആസ് വെൽ ആസ് യു ക്യാൻ വിത്ഡ്രോ എമൗണ്ട്. സോ വാട്ട് ഇസ് ദ ബാലൻസ് ആക്ച്വലി? ഇപ്പോൾ ഇനീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ബാലൻസ് എന്ന് വെച്ചാൽ ഷെയർഡ് റിസോഴ്സ്, ദ ഇനീഷ്യൽ ബാലൻസ് ഈസ് 1000 നമ്മൾ പറഞ്ഞു. അപ്പം വി ആർ ഹാവിംഗ് ടു പ്രോസസ് എ ആസ് വെൽ ആസ് വി ആർ ഹാവിംഗ് അനദർ പ്രോസസ് ബി. രണ്ട് പ്രോസസ്സുകളാണ് ഇവിടെ. അപ്പം ആദ്യത്തെ പ്രോസസ് എ എന്ത് ചെയ്തു? 1000 ഡെപ്പോസിറ്റ് ചെയ്തു. സോ വാട്ട് ഷുഡ് ബി ദ ബാലൻസ്? 1000 പ്ലസ് 10, 1010ലേക്ക് വരണം. അതേ സമയത്ത് തന്നെ അടുത്ത ഒരു പ്രോസസ് എന്ത് ചെയ്തു? 15 വിത്ഡ്രോ ചെയ്തു. സോ ഇനീഷ്യലി ദ ബാലൻസ് ഈസ് 1000. റൈറ്റ്. നൗ ഇഫ് പ്രോസസ് എ ഡെപ്പോസിറ്റ് 100, then it becomes 1010. Right. If the process B at the same time it withdraw 50, വീണ്ടും ഇതിന് എത്ര രൂപ ഡിഡക്റ്റ് ആയി? 50 രൂപ വിത്ഡ്രോ ആയി. അങ്ങനെയാണെങ്കിൽ then നമുക്ക് എന്ത് വേണം? ആ ഫൈനൽ ബാലൻസ് ആയിരിക്കണം എവിടെ വരേണ്ടത്? നമ്മളുടെ ബാലൻസിലേക്ക് വരേണ്ടത്. അപ്പം ഇത് കൃത്യമായിട്ട് സിങ്ക്രണൈസേഷൻ പാലിച്ചില്ലെങ്കിൽ ദ ബാലൻസ് ഷുഡ് നോട്ട് ബി കറക്റ്റ്. നമുക്ക് കിട്ടുന്ന ബാലൻസ് ഒരിക്കലും എന്താകില്ല? ഇറ്റ് ഷുഡ് ബി ഇൻകറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാറ്റ്സ് ദ റെലവൻസ് ഓഫ് വിച്ച് വൺ? ദിസ് സിങ്ക്രണൈസേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടില്ലേ, രണ്ട് പ്രോസസ്സുകളാണ്. ഇപ്പൊ നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യാം? ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടാം, അറ്റ് ദ സെയിം ടൈം യു ക്യാൻ വിത്ഡ്രോ സംതിങ്. റൈറ്റ്. സോ ഇഫ് ഡിഫറെന്റ് പ്രോസസ് സൈമൾട്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ സിങ്ക്രണൈസേഷൻ പ്രോപ്പറായിട്ട് നമ്മൾ അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എറർ. അത് എററിലേക്ക് വരും. അപ്പം ക്രിട്ടിക്കൽ സെക്ഷൻ, അതിനൊരു എക്സാമ്പിൾ നമ്മൾ എടുത്തു. ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ പറഞ്ഞു. ആ ബാങ്കിങ് ആപ്ലിക്കേഷൻ അത് നമ്മൾ പറഞ്ഞു നമുക്കൊരു ഷെയർഡ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. We are having two processes P1 and P2. So we are having two processes P1 and P2. രണ്ട് പ്രോസസ്സുകൾ. P1 എന്ത് ചെയ്യുന്നു? It will deposit something. At the same time this P2 എന്താ ചെയ്യുന്നത്? അത് withdraw ചെയ്യുന്നു. ഇത് രണ്ടും ഒരേ സമയത്താണ് this will happens. സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുക. അപ്പം നിങ്ങൾ നോക്കിയേ, നമ്മുടെ ബാലൻസിന്റെ കൂടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആഡ് ആകണം, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? വിത്ഡ്രോ ചെയ്തത് എന്തും വേണം? ഡിഡക്റ്റ് ചെയ്യുകയും വേണം. അപ്പം കൃത്യമായിട്ട് സിങ്ക്രണൈസേഷൻ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ദെൻ ദ ഇൻകൺസിസ്റ്റൻസി ഓഫ് ഡേറ്റ, ബാലൻസ് തെറ്റാവുന്നു, എറർ വരാം, ആൻഡ് അഗെയിൻ ദ ഡേറ്റ ബിക്കം ഇൻകൺസിസ്റ്റൻസ്. അത് നമുക്ക് ദാറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ്. അപ്പം അതാണ് ഏതിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്? സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ റെലവൻസ്. ഫൈൻ. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ കണ്ടു, എന്താണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് മനസ്സിലാക്കി, ആൻഡ് അതിനൊരു എക്സാമ്പിളും നമ്മൾ കണ്ടു. ക്രിട്ടിക്കൽ സെക്ഷനുള്ള ഒരു എക്സാമ്പിളും കണ്ടു. ഇനി നമ്മൾ ആ റേസ് കണ്ടീഷൻ ഒന്നും കൂടി നമ്മൾ നോക്കുകയാണ്. സോ വാട്ട് ഈസ് ദിസ് റേസ് കണ്ടീഷൻ? നോക്കിയേ, ഇറ്റ്സ് എ സിനാരിയോ ഇൻ കൺകറന്റ് കമ്പ്യൂട്ടിംഗ്. അതായത് ഒരേ സമയത്ത് അല്ലെ കൺകറന്റ് ആയിട്ട് എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ഒന്നിലധികം പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഇത് റേസ് കണ്ടീഷൻ. സോ വാട്ട് ഈസ് ദ ഹൈലൈറ്റ് ഓഫ് ദാറ്റ്? The outcome of a program depend on the timing and sequence of uncontrollable events. കണ്ട, അതായത് the outcome of a program, ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്കം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? That depends on the timing and sequence of what? An uncontrollable events. ഈ അൺകൺട്രോളബിൾ ഈവൻസിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാ, ഒരു ത്രെഡിന്റെ ഷെഡ്യൂളിംഗ് ആകാം, അതിന്റെ പ്രോസസ്സിംഗ് ടൈം ആകാം, ഇതെല്ലാം അൺകൺട്രോളബിൾ ഈവൻസ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വി കോൾ ദാറ്റ് കണ്ടീഷൻ ആസ് വാട്ട്? റേസ്. അതിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? റേസ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. അപ്പം ഇതെപ്പോഴും ഒക്കർ ചെയ്യുന്നത് എങ്ങനെയാണ്? മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ത്രെഡുകൾ ഷെയർഡ് ആയിട്ടുള്ള റിസോഴ്സുകളെ യൂസ് കൺകറന്റ് ആയിട്ട് പ്രോപ്പർ സിങ്ക്രണൈസേഷൻ ഇല്ല എങ്കിൽ this will occurs. So how it happens? When multiple process or threads that access this shared resource, ഒന്നിലധികം പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ത്രെഡുകൾ ഈ ഷെയർഡ് റിസോഴ്സിനെ ഉപയോഗിക്കുന്നു വിതൗട്ട് പ്രോപ്പർ സിങ്ക്രണൈസേഷൻ. സോ ദ ഫൈനൽ ഔട്ട്കം ബിക്കം അൺപ്രഡിക്റ്റബിൾ ആൻഡ് can lead to inconsistency or incorrect results. അപ്പം ഒന്നിലധികം പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ത്രെഡുകൾ ഷെയർഡ് റിസോഴ്സുകളെ പ്രോപ്പറായിട്ട് സിങ്ക്രണൈസേഷൻ ഇല്ലാതെ യൂസ് ചെയ്താൽ
ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകാം, എററുകൾ ഒക്കർ ചെയ്യാം, നമ്മൾക്ക് കറക്റ്റായിട്ട് റിസൾട്ട്സ് വരില്ല. സോ ദാറ്റ് കണ്ടീഷൻ വി കോൾ ബൈ ദ നെയിം ആസ് റേസ് കണ്ടീഷൻ. ആ കണ്ടീഷൻ നമ്മൾ വിളിച്ചതാണ് റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. Now let's see what are the key characteristics of this race condition. അപ്പം ഈ റേസ് കണ്ടീഷൻ എന്നുള്ള കണ്ടീഷൻ നമ്മൾ പറയുന്ന സമയത്ത് we have to know what are the key characteristics. അതിന്റെ key characteristics എന്താന്ന് നോക്കാം. The first one is concurrency, the next one is shared resources, and the third one is timing. So these are the three major characteristics of which one race condition. റേസ് കണ്ടീഷൻസിൽ 3 പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ആദ്യത്തെ കൺകറൻസിയാണ്. അതായത് റേസ് കണ്ടീഷൻ ഒക്കർ ചെയ്യുന്ന എപ്പോഴാണ്? കൺകറന്റ് ആയിട്ട് പ്രോസസ്സുകൾ ഒരു ഷെയർഡ് റിസോഴ്സിനെ ആക്സസ് ചെയ്യുമ്പോൾ. അതാ പറഞ്ഞത്. സോ റേസ് കണ്ടീഷൻ ഒക്കേഴ്സ് ഇൻ എൻവയോൺമെന്റ് വേർ മൾട്ടിപ്പിൾ പ്രോസസ് ഓർ ത്രെഡ് ആർ എക്സിക്യൂട്ടഡ് സൈമൾട്ടേനിയസ്ലി. ദാറ്റ്സ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ദ സെക്കൻഡ് വൺ ഈസ് ഷെയർഡ് റിസോഴ്സസ്. അവിടെ ഷെയർഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടാകും. അതിനെ ആയിരിക്കും ആര് ഷെയർ ചെയ്യുന്നത്? ദ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ത്രെഡുകൾ ഷെയർ ചെയ്യുന്നത്. മൂന്നാമത് പറഞ്ഞു ഈ റേസ് കണ്ടീഷൻ ദാറ്റ് ഹെവിലി ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈമിംഗ് ഓഫ് ദ ഇൻവോൾവ്ഡ് പ്രോസസ് ഓർ ത്രെഡ്. ആ എക്സിക്യൂഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ ത്രെഡുകളുടെ ടൈമിങ്ങുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടൈമിങ്ങുമായിട്ട് ഒരുപാട് റിലേഷൻ ഏതിന് വരുന്നുണ്ട്? ഈ റേസ് കണ്ടീഷന് വരുന്നുണ്ട്. സോ 3 മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. ദ ഫസ്റ്റ് വൺ concurrency, the next one shared resource, and the third one is timing. ഇത് മൂന്നുമാണ് റേസ് കണ്ടീഷൻസിൻ്റെ 3 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. റൈറ്റ്. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വി ആർ ഹാവിങ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സിലബസിൽ ഹൈലൈറ്റ് ചെയ്ത ഒരു കാര്യം കൂടി ദേ ഹാവ് മെൻഷൻ. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും should be asked, not limited to this one. So while you are reading കുറച്ച് ബ്രോഡായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. That should be beneficial for you. Right. Now let's see an example of a race condition. ഒരു റേസ് കണ്ടീഷന് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ്. സോ ഇൻക്രിമെന്റിങ് എ കൗണ്ടർ. അപ്പം നമുക്ക് 2 ത്രെഡുകളുണ്ട്. വി ഹാവിങ് 2 ത്രെഡ്സ് T1 ആൻഡ് T2. 2 ത്രെഡുകൾ T1 ഉം T2. ഇത് ഒരു കൗണ്ടറിനെ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. സോ വി ആർ ഹാവിങ് 2 ത്രെഡ്സ്. സോ ദിസ് വൺ ഈസ് ഫസ്റ്റ് ത്രെഡ്, ത്രെഡ് 1. ദിസ് വൺ ഈസ് അഗെയിൻ ദ നെക്സ്റ്റ് ത്രെഡ്, ദാറ്റ് ഈസ് ത്രെഡ് 2. ഈ 2 ത്രെഡുകൾ നമ്മൾക്ക് എന്താണ്? സപ്പോസ് 2 ത്രെഡ്സ് ആർ ഇൻക്രിമെന്റിങ് എ ഷെയർഡ് കൗണ്ടർ. ഒരു കൗണ്ടർ ഉണ്ട്, ആ കൗണ്ടറിനെ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു സോ ത്രെഡ് 1 കൗണ്ടർ ഈസ് ഈക്വൽ ടു കൗണ്ടർ പ്ലസ് വാട്ട് ഈസ് ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് ദ കൗണ്ടർ, അതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യും ത്രെഡ് 1. Then again what is the value of the counter? Again it should be added with 1 by the second counter. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനീഷ്യലി നമ്മൾ പറഞ്ഞു if the value of C is equal to 5, കൗണ്ടറിന്റെ വാല്യൂ 5 ആണ്. കൗണ്ടറിന്റെ വാല്യൂ 5 ആണെങ്കിൽ ത്രെഡ് 1 എന്ത് ചെയ്തു? അത് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ what happens? The value of the counter become 6. നമ്മൾ ഇനീഷ്യൽ ആയിട്ട് പറഞ്ഞു the initial value of the counter is 5. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? What happens? The first thread is incrementing. ആദ്യത്തെ ത്രെഡ് എന്ത് ചെയ്തു? കൗണ്ടറിനെ ഇൻക്രിമെന്റ് ചെയ്തു. സോ കൗണ്ടർ becomes counter plus 1. So C is equal to the initial value is 5. So 5 plus 1 it is 6. Right. ഇനി അതേ സമയത്ത് എന്നിട്ട് ഈ വാല്യൂവിനെ എന്ത് ചെയ്തു? റൈറ്റ് ചെയ്ത് വെച്ചു. റൈറ്റ്. ഇനി അതേ സമയത്ത് ത്രെഡ് എന്ത് ചെയ്തു? 2 എന്ത് ചെയ്യുന്നു? വീണ്ടും എന്ത് ചെയ്യുന്നു? അപ്പം ത്രെഡ് 1 എടുത്തു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് കൗണ്ടർ നൗ? ഇറ്റ് ഈസ് 6. അത് ലോക്കലായിട്ട് അതിനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ആവശ്യത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതേ സമയത്ത് എന്ത് ചെയ്തു? ത്രെഡ് 2 എന്ത് ചെയ്തു? കൗണ്ടർ ബിക്കം കൗണ്ടർ പ്ലസ് 1. അപ്പൊ എന്തായി? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ കൗണ്ടർ? C is now equal to 6. So by thread 2 C become 7. Counter plus 1. So 6 plus 1 it becomes 7. കണ്ടോ? അപ്പം ഫസ്റ്റ് ത്രെഡ് ഇൻക്രിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? അതിനകത്ത് സേവ് ചെയ്ത വാല്യൂ എത്രയാണ്? 6. സെക്കൻഡ് ത്രെഡ് അതേ സമയത്ത് ഇൻക്രിമെന്റ് ചെയ്തു, ഇറ്റ് ബിക്കംസ് ആക്ച്വലി 7. പക്ഷെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ ഏതാണ്? അപ്പോൾ ഒരു ഇൻകൺസിസ്റ്റൻസി രണ്ടും നമ്മളിൽ വരുന്നു. അപ്പം ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറയാം? ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് റേസ് കണ്ടീഷൻസ്. അപ്പം നമ്മൾ ഷെയർഡ് ആയിട്ടുള്ള റിസോഴ്സുകളെ യൂസ് ചെയ്യുമ്പോൾ എന്ത് വേണം? കുറച്ച് കൃത്യമായ, കുറച്ച് സൂക്ഷിച്ച് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഇതേപോലത്തെ എറേനിയസ് സിറ്റുവേഷൻസ് വിൽ ഒക്കേഴ്സ്. സോ ദിസ് വൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദാറ്റ് റേസ് കണ്ടീഷൻ. നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാം. ത്രെഡ് 1 റീഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ വി ടേക്ക് ദി ഇനീഷ്യൽ വാല്യൂ as 5. ആദ്യത്തെ വാല്യൂ നമ്മൾ 5 എന്ന് അസ്യൂം ചെയ്തു. നൗ ദ കൗണ്ടർ വാല്യൂ ഈസ് ഈക്വൽ ടു 5. ദെൻ ത്രെഡ് 2 റീഡ്സ് ദ വാല്യൂ ഓഫ് ദ കൗണ്ടർ. ആ സമയത്ത് ത്രെഡ് എന്ത് ചെയ്തു? 2 വാല്യൂ റീഡ് ചെയ്തു. സോ നൗ ദ വാല്യൂ ഓഫ് ഇറ്റ് ഈസ് 5. ത്രെഡ് 1 ഉം 2 ഉം റീഡ് ചെയ്തു.
Then thread 1 increment ചെയ്തു. അപ്പം what is the value of C? C becomes 6. Then thread 1 increments its local value 6 and write it back to the counter. കൗണ്ടറിലേക്ക് റൈറ്റ് ചെയ്ത് വെച്ചു. സോ thread 2 എന്ത് ചെയ്തു? Increment its local value and write it back to the counter. So the final value of the counter should be 7. അപ്പം thread 1 increment ചെയ്തു. So the value becomes 6. thread 2 എന്ത് ചെയ്തു? So what is the value? thread 2 നോക്കുമ്പോൾ എന്താണ്? 6 ആണ്. അതിനെ ആര് വീണ്ടും ഇൻക്രിമെന്റ് ചെയ്തു? thread 2 ഇൻക്രിമെന്റ് ചെയ്തു. So what is the actual value? The final value of the counter should be 7. But it ends up being 6. കാരണം എന്താ? പ്രോപ്പറായിട്ട് സിങ്ക്രണൈസ്ഡ് അല്ല. സോ ഇങ്ങനത്തെ ഇൻകൺസിസ്റ്റൻസി ഒക്കർ ചെയ്യും, അല്ലെങ്കിൽ എറോണിയസ് സിറ്റുവേഷൻസ് വരും. ഏതാണെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഡീലിംഗ് കറക്റ്റ്ലി വിത്ത് ദിസ് നമ്മളുടെ സിങ്ക്രണൈസേഷൻ പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഇതേപോലത്തെ കണ്ടീഷൻസ് നമുക്ക്. അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് എന്താണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അറ്റൈൻ സിങ്ക്രണൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം. അപ്പം നമ്മൾ റേസ് കണ്ടീഷൻ നോക്കി. ഇനി അപ്പം അതൊരു കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു. റേസ് കണ്ടീഷൻ, ദ ടേം ഇറ്റ് സെൽഫ് ഇറ്റ്സ് എ കണ്ടീഷൻ. സോ ഡെഫിനറ്റ്ലി എന്താണ്? യു ക്യാൻ പ്രിവെന്റ് ദിസ് റേസ് കണ്ടീഷൻസ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ റേസ് കണ്ടീഷനെ പ്രിവെന്റ് ചെയ്യാം. അപ്പൊ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്താണ്? ബൈ പ്രോപ്പർ സിങ്ക്രണൈസേഷൻ. പ്രോപ്പറായിട്ട് സിങ്ക്രണൈസ് ചെയ്യണം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വി ആർ ഹാവിംഗ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, സെമാഫോഴ്സ്, മോണിറ്റേഴ്സ് ആസ് വെൽ ആസ് ലോക്സ്. അപ്പൊ നമുക്കറിയാം റേസ് കണ്ടീഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയുണ്ട്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ട്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ സെക്ഷനെ ഒരു സമയത്ത് ഒരു ത്രെഡിനോ പ്രോസസ്സിനോ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. സോ ദാറ്റ് കോൺസെപ്റ്റ് വി കോൾ ബൈ ദ നെയിം ഇസ് മ്യൂടെക്സ്. അതിനെ വിളിച്ച പേരാണ് മ്യൂടെക്സ് അല്ലെങ്കിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. രണ്ടാമത് നമ്മൾ പറഞ്ഞ വി ഹാവ് ദ കോൺസെപ്റ്റ് ഓഫ് വാട്ട്? സെമാഫർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ലോക്സ് യൂസ് ചെയ്യാം, ഇതൊന്നും അല്ലെങ്കിൽ മോണിറ്റേഴ്സ് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടി? ഫോർ പ്രിവെന്റിംഗ് റേസ് കണ്ടീഷൻസ്. സോ റേസ് കണ്ടീഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി വി ആർ ഹാവിംഗ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, റൈറ്റ്. ദ സെക്കൻഡ് വൺ ബൈ യൂസിംഗ് സെമാഫോർ യൂസ് ചെയ്യാം. ദ തേർഡ് വൺ ലോക്സ് യൂസ് ചെയ്യാം. ഫോർത്ത് വൺ വി കൻ മേക്ക് യൂസ് ഓഫ് മോണിറ്റേഴ്സ്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ അവോയ്ഡ് ഓർ പ്രിവെന്റ് വിച്ച് വൺ? റേസ് കണ്ടീഷൻസ്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കണം. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, അതല്ലെങ്കിൽ സെമാഫോർ, അതല്ലെങ്കിൽ ലോക്ക്, ഇതല്ലെങ്കിൽ മോണിറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ദിസ് റേസ് കണ്ടീഷൻസിനെ എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ പറ്റും. റൈറ്റ്. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ഏതെന്ന് വെച്ചാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഡെഡ് ലോക്ക്. ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് അഗെയിൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ ക്രിട്ടിക്കൽ കോൺസെപ്റ്റ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം deadlock in operating system is a situation where a set of processes are blocked because each process is holding a resource and waiting for another resource held by another process in the set. വളരെ ക്ലാരിറ്റിയിൽ തന്നെ നമ്മൾ പറഞ്ഞു ഡെഡ്ലോക്ക് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ആണ്, ഒരു കണ്ടീഷൻ ആണ്. അവിടെ എന്താണ്? ഒന്നിലധികം പ്രോസസ്സുകൾ നമ്മൾക്കുണ്ട്. അതൊക്കെ എന്താണ്? ഷെയർഡ് റിസോഴ്സുകളെ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പൊ അവിടുത്തെ കണ്ടീഷൻ പറഞ്ഞ എന്താണ്? ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സ് ഉപയോഗിക്കുന്ന റിസോഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന ഈ പ്രോസസ്സ് യൂസ് ചെയ്യുന്ന റിസോഴ്സിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് മറ്റൊരു പ്രോസസ്സ് ഉപയോഗിക്കുന്ന റിസോഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതേ സമയത്ത് ആ പ്രോസസ്സ് എന്താ ചെയ്യുന്നത്? മേ ബി ഇറ്റ് വിൽ അഗെയിൻ ഇറ്റ് ഹോൾഡ് ദ റിസോഴ്സ് ദാറ്റ് ഈസ് ബീങ് യൂസ്ഡ്. അത് യൂസ് ചെയ്യുന്ന റിസോഴ്സിനെ അത് ഹോൾഡ് ചെയ്തുകൊണ്ട് അതും എന്ത് ചെയ്യുന്നു? മറ്റൊരു പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസോഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ ഇതെന്താണ്? ദിസ് ആൻ ഇൻഡെഫിനിറ്റ് കണ്ടീഷൻ. ഒരു ഫൈനൈറ്റ് കണ്ടീഷൻ അല്ല, ഒരു ഇൻഡെഫിനിറ്റ് കണ്ടീഷനാണ്. ഈ കണ്ടീഷനെ നമ്മൾ വിളിച്ച പേരെന്താണ്? വി കോൾ ഇറ്റ് ആസ് ഡെഡ് ലോക്ക്. ഒരു ഡെഡ് ലോക്ക്. ഫൈനലി നമ്മുടെ സിസ്റ്റം എന്തിലേക്ക് വരുന്നു? ഒരു എറേനിയസ് സിറ്റുവേഷൻ, ഒരു ഹോൾട്ടിലേക്ക് ആര് വരുന്നു? ദ സിസ്റ്റം വിൽ എൻഡ്സ്. ആ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് കുറയാം, അതോടൊപ്പം തന്നെ ഡീഗ്രഡേഷനിലും ഒക്കെ ഇത് ചെന്ന് നിൽക്കുന്നു. സോ ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിച്ച പേരാണ് വി കോൾ ഇറ്റ് ആസ് ഡെഡ് ലോക്ക്.
അപ്പം നമുക്ക് ആ ഡെഡ് ലോക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. റൈറ്റ്. സോ ഈ ഡെഡ് ലോക്ക് പ്രധാനമായിട്ടും ഒക്കർ ചെയ്യാനുള്ള 4 കാര്യങ്ങൾ. സോ 4 conditions that must hold simultaneously for a deadlock to occur. ഒരു ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വന്നാൽ ഡെഡ് ലോക്കിൽ അവസാനിക്കാം. സോ വി വിൽ ചെക്ക് വാട്ട് ആർ ദ ഡിഫറെന്റ് തിങ്സ്. ദ ഫസ്റ്റ് വൺ, it is mutual exclusion. The next one, hold and wait. The third one, no preemption. And the fourth one, circular wait. ഈ 4 conditions വന്നാൽ definitely that will end in deadlock. ആദ്യത്തെ എന്താണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് 1 resource must be held in a non-shareable mode. That is, only 1 process can use the resource at a given time. അങ്ങനെയാണെങ്കിൽ only one process can use a resource at a time. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. രണ്ടാമത്തത് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഒരാൾ ഒരു റിസോഴ്സിനെ ഉപയോഗിക്കുന്നു, അതിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് മറ്റൊരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് കണ്ടീഷൻ വി കോൾ ബൈ ദ നെയിം as ഹോൾഡ് ആൻഡ് വെയിറ്റ്. ദാറ്റ് മീൻസ് എ പ്രോസസ് holding at least 1 resource is waiting to acquire additional resources that is held by other process. ആ പ്രോസസ് ഉപയോഗിക്കുന്ന റിസോഴ്സുകളെ വെച്ചുകൊണ്ട് തന്നെ അടുത്ത ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്ന ഒരു റിസോഴ്സിന്, ആ ഒരു അഡീഷണൽ റിസോഴ്സിന് വേണ്ടി ആര് വെയിറ്റ് ചെയ്യുന്നു? ഈ പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഹോൾഡ് ആൻഡ് വെയിറ്റ്. അതും ഡെഡ് ലോക്കിൽ അവസാനിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു നോ പ്രിയംഷൻ. പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രോസസ്സുകൾ, ഇപ്പം പ്രോസസ്സുകൾ ഉപയോഗിക്കുന്നു, നമുക്ക് അവിടെ നോ പ്രിയംഷൻ, നമുക്ക് ഫോഴ്സ്ഫുള്ളി നമുക്കൊരു റിസോഴ്സിനെയും റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കും നോ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ യൂസ് ചെയ്യുന്നു. റൈറ്റ്. ആ സമയത്ത് നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് വേണമെങ്കിൽ അതിൻ്റെ ആവശ്യം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ ഫോഴ്സ്ഫുൾ ആയിട്ട് ആ റിസോഴ്സിനെ റിലീസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വി ആർ ഹാവിങ് എൻ ഓപ്ഷൻ ഫോർ പ്രിയംഷൻ ഓപ്ഷൻ ഉണ്ടെന്ന് പറയാം. പക്ഷേ നോ പ്രിയംഷൻ ഓപ്ഷൻ, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ലെങ്കിലോ അതെന്തിൽ അവസാനിക്കാം? ഡെഡ് ലോക്കിൽ അവസാനം. അതായത് എത്ര നേരം വേണമെങ്കിലും ആ പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആ റിസോഴ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് നോ പ്രിയംഷൻ. Then the next one is circular wait. Circular wait is quite interesting. 3 പ്രോസസ്സുകൾ നമ്മൾക്ക് എടുക്കാം, P1, P2 and P3. P1 ഉം P2. So what are the 3 processes we are having? We are having the 3 process P1, P2, P3. Okay. ഇത് മൂന്നും എന്ത് ചെയ്യുന്നുണ്ടാകും? റിസോഴ്സുകളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ P1 is using some resource, P2 is using some shared resource, P3 is again using some shared resource. Now P1 is waiting for an additional resource from P2. Then what P2 is waiting? P2 is again waiting for an additional resource from P3. അങ്ങനെ പരസ്പരം റിസോഴ്സുകൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ that condition we call by the name as a circular wait. അത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സർക്കുലർ വെയിറ്റ് എന്ന് വിളിച്ചു. And that again ends in what? Deadlock. അത് എന്തിൽ അവസാനിക്കും? ഫൈനലായിട്ട് ഡെഡ് ലോക്കിൽ അവസാനം. സോ ദീസ് ആർ ദ 4 മേജർ കണ്ടീഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ദ നെക്സ്റ്റ് വൺ ഈസ് ഹോൾഡ് ആൻഡ് വെയിറ്റ്, ദ തേർഡ് വൺ നോ പ്രിയംഷൻ ആൻഡ് ദ ഫോർത്ത് വൺ സർക്കുലർ. പ്രിയംഷൻ അല്ല, നിങ്ങൾ ഓർക്കണം, ഇറ്റ് ഈസ് നോ പ്രിയംഷൻ. സോ ദീസ് ആർ ദ 4 കണ്ടീഷൻസ് ദാറ്റ് ക്രിയേറ്റ്സ് ഡെഡ്ലോക്ക്. ഡെഡ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന 4 കണ്ടീഷൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി ഡെഡ്ലോക്ക് ഒരു കണ്ടീഷനാണ്, അത് ഒക്കർ ചെയ്യാം. സോ വി ഹാവ് ദ ഓപ്ഷൻ ടു പ്രിവെന്റ് ദാറ്റ് ഡെഡ്ലോക്ക്. ഡെഡ്ലോക്കിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അപ്പം ഫോർ ഡെഡ്ലോക്ക് പ്രിവെൻഷൻ ഈ പറയുന്ന 4 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഡെഡ്ലോക്ക് വരാം. അതില്ലാതിരിക്കുക, അതിനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. സോ വി നീഡ് ടു അവോയ്ഡ് ദീസ് 4 കണ്ടീഷൻസ്. അതായത് ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യും മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ്. ഈ കാര്യങ്ങൾ വന്നാൽ ഡെഡ്ലോക്ക് വിൽ occurs, we know. So if we avoid these things, then you can prevent deadlock. Deadlock prevent ചെയ്യാം. ഇനി ഡെഡ്ലോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി we having an algorithm. That algorithm we call by the name as Banker's algorithm. അപ്പോൾ നമുക്കറിയാം ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതത്തിന് എക്സാമ്പിൾ ഏതാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ Banker's algorithm. Banker's algorithm യൂസ് ചെയ്ത് റിസോഴ്സുകളെ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാം. ആൻഡ് the deadlock
ക്യാൻ ബി അവോയ്ഡഡ്. ഇവിടെ നമ്മൾക്ക് എന്താണ്, വി ആർ ഹാവിംഗ് സ്റ്റേബിൾ, നോക്കും സേഫ് സ്റ്റേറ്റ് ആണോ അതല്ല അൺസേഫ് സ്റ്റേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് ഏതെന്ന് പറയുന്നത് ബാങ്കേഴ്സ് അൽഗോരിതം. അപ്പം നമുക്ക് 3 പ്രോസസ്സുകളുണ്ട്, P1, P2, P3. അതോടൊപ്പം തന്നെ നമുക്ക് ഷെയർഡ് റിസോഴ്സുകൾ ഉണ്ടെന്ന് വെച്ചുകൊള്ളുക. വി ആർ ഹാവിംഗ് എ റിസോഴ്സ് ഫോർ എക്സാമ്പിൾ ABC. ഓക്കെ, ഈ എയും ബിയും ഇത് 3 എന്താണ്, 3 റിസോഴ്സുകളാണ്. അപ്പം എക്ക് ചിലപ്പോൾ എയുടെ തന്നെ 3 ഇൻസ്റ്റൻസ് കാണാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് വിൽ ടേക്ക് P1, P2 and P3 are the 3 പ്രോസസ്സ്. ഇത് 3 പ്രോസസ്സുകൾ. നമുക്ക് പറഞ്ഞു നമുക്ക് ഷെയർഡ് ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്, A, B, C. ഈ 3 നമ്മുടെ റിസോഴ്സുകൾ. റൈറ്റ്, ഇതിനകത്ത് തന്നെ നമുക്ക് എയുടെ തന്നെ 3 ഇൻസ്റ്റൻസസ് ഉണ്ടാകാം, ബിയുടെ തന്നെ 2 ഇൻസ്റ്റൻസസ് ഉണ്ടാകാം, ആൻഡ് സിയുടെ തന്നെ 3 ഇൻസ്റ്റൻസസ് ഉണ്ടാകാം. റൈറ്റ്, എന്നിട്ട് നമ്മൾ നോക്കും നമ്മുടെ റിക്വയർഡ് ആക്ച്വലി എത്രയാണ്, വാട്ട് ഈസ് ആക്ച്വൽ, നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ളത് എത്രയാണ്. അങ്ങനെ നോക്കി നമ്മൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യും, ഈ ബാങ്കേഴ്സ് അൽഗോരിതം അലോക്കേറ്റ്. അപ്പം നോക്കും സേഫ് സ്റ്റേറ്റ് ആണോ, അൺസേഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ഫോൾസ്, സേഫ് സ്റ്റേറ്റ് കണ്ടിന്യൂ. ലൈക്ക് ദാറ്റ് ദിസ് ബാങ്കേഴ്സ് അൽഗോരിതം ഈസ് വർക്കിംഗ്. അങ്ങനെയാണ് ബാങ്കേഴ്സ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതമാണ് ഏതെന്ന് പറയുന്നത് ബാങ്കേഴ്സ് അൽഗോരിതം. അത് ഓർത്തിരുന്നോണം, വി ഹാവിംഗ് ആൻ അൽഗോരിതം ഫോർ ഡെഡ്ലോക്ക് അവോയ്ഡൻസ്, ഇറ്റ് ഈസ് ദിസ് ബാങ്കേഴ്സ് അൽഗോരിതം. റൈറ്റ്, അപ്പം ഇനീഷ്യലായിട്ട് സിങ്ക്രണൈസേഷൻ എന്താണ്, സിങ്ക്രണൈസേഷൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ കാരണം നമ്മൾക്ക് വരാൻ പോകുന്നത്, അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഡെഡ്ലോക്കുകളെ കുറിച്ച് മനസ്സിലാക്കി, സ്റ്റാർവേഷൻ എന്നുള്ള സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യണം. സോ ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. First one, which of the following is a synchronization primitive used to ensure mutual exclusion? ഇത് സിങ്ക്രണൈസേഷൻ പ്രിമിറ്റീവ്സ് കുറച്ച് തന്നിരിക്കുന്നു. ഏതൊക്കെയാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷനുമായിട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള synchronization primitive. So what are the synchronization primitive that is used to ensure mutual? അപ്പോൾ നമുക്കറിയാം മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, only one resource, ഏതെങ്കിലും ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ഒരു ത്രെഡിന് മാത്രമേ ഒരു റിസോഴ്സിനെ അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കറിയാം വി ഹാവിംഗ് സെമഫോർ, വി ഹാവിംഗ് മ്യൂടെക്സ്, വി ഹാവിംഗ് മോണിറ്റർ, ദെൻ വി ഹാവിംഗ് എ ജനറൽ ചോയ്സ് ദാറ്റ് ഇസ് ഓൾ ഓഫ് ദി അബോവ്. സോ ദിസ് സെമാഫോർ വരും, മ്യൂടെക്സ് വരും, മോണിറ്റർ വരും. ഇതെല്ലാം എന്ത് തന്നെയാണ്, സിങ്ക്രണൈസേഷൻ പ്രിമിറ്റീവ്സ് ആണ്. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി അബോവ്. ഇതെല്ലാം സിങ്ക്രണൈസേഷൻ പ്രിമിറ്റീവ് ആയതാ. സെമഫർ എന്ന് പറഞ്ഞാലും നമ്മൾ മ്യൂടെക്സ് എന്ന് പറഞ്ഞാലും മോണിറ്റർ എന്ന് പറഞ്ഞാലും ലോക്സ് എന്ന് പറഞ്ഞാലും ഇതെല്ലാം എന്ത് തന്നെയാണ്, സിങ്ക്രണൈസേഷൻ പ്രിമിറ്റീവ്സ് ആണ്. സോ ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ 1 ഈസ് ഓൾ ഓഫ് ദി എബവ്. റൈറ്റ്, അത് നമുക്ക് എപ്പോഴും പോസിബിലിറ്റി കുറവാട്ടോ, ഓൾ ഓഫ് ദി എബവ്. പക്ഷെ ഇതിനകത്ത് നമ്മളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു എക്സാമ്പിൾ ഇങ്ങനത്തെ ഈ എപ്പോഴും ആൻസേഴ്സ് വി ഹാവിംഗ് എ പെർട്ടിക്കുലർ ആൻസർ, സ്പെസിഫിക് ആൻസേഴ്സ് ഉണ്ടാകും. നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് കൂടുതൽ ചോദിക്കുന്നതിനകത്ത് ഈ ഓൾ ഓഫ് എബവ് അല്ലെങ്കിൽ എല്ലാം കൂടി ചേർന്ന് വരുന്ന ചാൻസസ് എപ്പോഴും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ആംബിഗ്വിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അറിയണം കൃത്യമായിട്ട് സിങ്ക്രണൈസേഷൻ, അതിൻ്റെ പ്രിമിറ്റീവ്സ് സെമഫർ ഉണ്ട്, ലോക്സ് ഉണ്ട്, മോണിറ്റേഴ്സ് ഉണ്ട്, മ്യൂടെക്സ് ഉണ്ട്. So if you get all 4 answers there, then you said that the answer is all the above. Right. Next question. Which problem is associated with concurrent access to shared data and can result in inconsistent result? അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ എന്താ പറഞ്ഞത്, വിച്ച് പ്രോബ്ലം ഈസ് അസോസിയേറ്റഡ് വിത്ത് കൺകറന്റ് ആക്സസ്. സൈമൾട്ടേനിയസ് ആയിട്ട് ആക്സസ് ചെയ്യുന്നു, കൺകറന്റ് ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നു. ടു ഷെയർഡ് ഡേറ്റ, എന്താ ഷെയർഡ് ഡേറ്റയെ നമ്മൾ കൺകറന്റ് ആയിട്ട് ആക്സസ് ചെയ്യുമ്പോൾ അത് മുഖാന്തരം ഇൻകൺസിസ്റ്റൻസി വരുന്നു. ആ കണ്ടീഷനെ, ആ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് പേരാ വിളിച്ചത്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഡെഡ്ലോക്ക് ആണോ? അല്ല, അത് വെയിറ്റിംഗ് ഫോർ റിസോഴ്സസ് ആ. റേസ് കണ്ടീഷൻ ആണോ? സ്റ്റാർവേഷൻ ആണോ? പ്രയോറിറ്റി ഒന്നും പറഞ്ഞില്ല നമ്മൾ അല്ലേ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണോ? സോ ദ കണ്ടീഷൻ ഈസ് റേസ് കണ്ടീഷൻ. ആ കണ്ടീഷൻ നമ്മൾ വിളിച്ച പേര് എന്താണ്, റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. എന്താണ്, ഒരു കൺകറന്റ് access to shared resource and that finally result in inconsistent result. So the right answer is race condition. Race condition is the right answer for the second question.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സെഷൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. Now let's move to the third question. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. So which of the following is not a requirement for a solution to the critical section problem? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ അല്ലാത്തത് ഏതാണെന്നാണ്. Which of the following is not a requirement for a solution to the critical section problem? We are having mutual exclusion ഉണ്ട്, പ്രോഗ്രസ് ഉണ്ട്, ബൗണ്ടഡ് വെയിറ്റിംഗ് ഉണ്ട്, സെമാഫോർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ് ആൻഡ് ബൗണ്ടഡ് വെയിറ്റിംഗ് നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാവും. ദീസ് ത്രീ ആർ റിലേറ്റഡ് വിത്ത് ദാറ്റ് വൺ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെന്റ്? സോ വിച്ച് വൺ ഈസ് ദ ആൻസർ? സെമാഫോർ. ഇറ്റ് ഈസ് നോട്ട് എ റിക്വയർമെന്റ് ഫോർ എ സൊല്യൂഷൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ അല്ല. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് നമുക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, റൈറ്റ്, പ്രോഗ്രസ്, ദെൻ ബൗണ്ടഡ് വെയിറ്റിംഗ്. അല്ലാത്തതിന് ഏതാണ്? ദി സെമാഫോർ ഈസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്, റൈറ്റ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് സിങ്ക്രണൈസേഷൻ മെക്കാനിസം ക്യാൻ ബി യൂസ്ഡ് ടു ബ്ലോക്ക് എ പ്രോസസ് അണ്ടിൽ എ സർട്ടൻ കണ്ടീഷൻ ഈസ് ട്രൂ? ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആകുന്നവരെ എന്ത് സിങ്ക്രണൈസേഷൻ മെക്കാനിസം ആണ് ഈസ് യൂസ്ഡ് ടു ബ്ലോക്ക് എ പ്രോസസ് അണ്ടിൽ എ സർട്ടൻ കണ്ടീഷൻ ഈസ് ട്രൂ? സെമാഫോർ ആണോ? അല്ല. മ്യൂടെക്സ് ആണോ? അല്ല. കണ്ടീഷൻ വേരിയബിൾ ആണോ? ആണ്. ആൻഡ് സ്പിൻ ലോക്ക് ആണോ? അല്ല. So this is condition variable. A condition variable is a mechanism that is used in synchronization, that is used to block a process until a certain condition is true. And the right answer ഏതാണ്? It is the condition variable. That's the right answer for question number 4. Now let's see the next question, that is which synchronization tool can be used to solve the producer consumer problem? So we are having a problem that's called by the name as producer consumer problem. കേട്ടോ, നമ്മൾ ഓയിസില സിങ്ക്രണൈസേഷനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുമ്പം നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലം ആണ് ഇത് പ്രൊഡ്യൂസർ, അതോടൊപ്പം തന്നെ കൺസ്യൂമർ പ്രോബ്ലം. ആ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിങ്ക്രണൈസേഷൻ ടൂളുകൾ ഏതൊക്കെയാണ്? So the first one is semaphore, the next one is monitor, both A and B, none of the above. അപ്പോൾ നമുക്കറിയാം semaphores as well as monitors, it is used, these are the two tools that is used for solving the producer consumer problem. Producer consumer problem solve ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? We can make use of semaphore as well as monitors. So the answer is both A and B. Both A and B is the right answer. Now which problem can occur if processes are not properly synchronized when accessing shared resources? ഷെയർഡ് റിസോഴ്സുകളെ ആക്സസ് ചെയ്യുന്ന സമയത്ത് എന്ത് പ്രോബ്ലമാണ് ഒക്കർ ചെയ്യുന്നത്? ഇഫ് പ്രോസസ് ആർ നോട്ട് പ്രോപ്പർലി സിങ്ക്രണൈസ്. പ്രോപ്പറായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടില്ല പ്രോസസ്സുകളെങ്കിൽ നമുക്കറിയാം ഷെയർഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദ തിങ് ഈസ് ഡെഡ് ലോക്ക്, ദ നെക്സ്റ്റ് വൺ ഈസ് ലൈവ് ലോക്ക്, ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാർവേഷൻ, ആൻഡ് ദ ആൻസർ ഫോർ ദിസ് ഈസ് all of the above. So ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഒക്കർ ചെയ്യാം. സോ ദ ആൻസർ ഈസ് all of this above. ഡെഡ് ലോക്ക് വരാം, ലൈവ് ലോക്ക് വരാം, സ്റ്റാർവേഷൻ വരാം. ഈ സിറ്റുവേഷൻസ് എല്ലാം ഒക്കർ ചെയ്യാം. എന്താണ്? പ്രോപ്പറായിട്ട് സിങ്ക്രണൈസ് ചെയ്തില്ലെങ്കിൽ. നമ്മൾ പ്രോപ്പറായിട്ട് സിങ്ക്രണൈസ് ചെയ്തില്ലെങ്കിൽ ഡെഡ് ലോക്ക് വരാം. ലൈവ് ലോക്ക് സിറ്റുവേഷൻസ് വിൽ ഒക്കേഴ്സ്. അതല്ലെങ്കിൽ പ്രയോറിറ്റീസ് ബേസ് ചെയ്ത് സ്റ്റാർവേഷൻ വരാം, ചിലതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെയും വരാം. സോ ഓൾ ദീസ് ആർ right answer. So A, B and C. So you say that all the above is the right answer for this question. So the question number 7, which of the following is a common consequence of a race condition? അപ്പോൾ race condition എന്താണെന്ന് നമ്മൾക്കറിയാം. race conditionന്റെ common consequence എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം race condition വരുന്ന സമയത്ത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഈവന്റ് നമ്മളുടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷനെ ബാധിക്കുന്നു, അല്ലെ? നമ്മുടെ പ്രോസസ്സിന്റെ എക്സിക്യൂഷനെ ബാധിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെ ചെയ്യാം? ഡേറ്റയുടെ ഇൻകൺസിസ്റ്റൻസി. സോ വി വിൽ ലുക്ക് ഇഫ് യു ഹാവിംഗ് ആൻ ആൻസർ ലൈക്ക് ഡെഡ് ലോക്ക്, നോ. ഡേറ്റ ഇൻകൺസിസ്റ്റൻസി, യെസ്. റിസോഴ്സ് അണ്ടർ യൂട്ടിലൈസേഷൻ, നോ. ആൻഡ് ത്രെഡ് സ്റ്റാർവേഷൻ, നോ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഡേറ്റ ഇൻകൺസിസ്റ്റൻസി. So a common consequence of race condition is data inconsistency. So that one is a right answer. So the next one, which technique can be used
to prevent race condition. Race conditions ഒഴിവാക്കാൻ എന്ത് ടെക്നിക്സ് ഉപയോഗിക്കാമെന്ന്. We are having spin locks. We can implement critical section. You can use non-blocking synchronization. അപ്പോൾ ഇത് മൂന്നും നമുക്ക് യൂസ് ചെയ്യാം. സ്പിൻ ലോക്സ് ആകാം, ക്രിട്ടിക്കൽ സെക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാം, നോൺ ബ്ലോക്കിംഗ് സിങ്ക്രണൈസേഷൻ ആകാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓൾ ദി അബവ്. സോ ദീസ് ത്രീ, ഈ സ്പിൻ ലോക്കുകളും ക്രിട്ടിക്കൽ സെക്ഷനും നോൺ ബ്ലോക്കിംഗ് സിങ്ക്രണൈസേഷനും ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. ദീസ് ആർ ദ ടെക്നിക്സ് ദാറ്റ് ഈസ് യൂസ് ടു പ്രിവെന്റ് റേസ് കണ്ടീഷൻ. റേസ് കണ്ടീഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള ടെക്നിക്സ് തന്നെയാണ്. ഓക്കെ, നൗ let's move to the next question. Which of the following conditions must be satisfied to solve the critical section problem? Critical section problemത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നോക്കാം. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ്, ബൗണ്ടഡ് വെയിറ്റിംഗ് ഉണ്ട്. ഡെഡ് ലോക്ക് പ്രിവെൻഷൻ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ്. Then starvation freedom, mutual exclusion, deadlock prevention. D, mutual exclusion, deadlock prevention, resource allocation. So namakariya, which of the following conditions must be satisfied to solve the critical section problem? So adine ettavum apt aayittulla answer ennu parayunnathu endana? It is mutual exclusion, progress and bounded weighting. Adana adinte correct answer. Answer A. Then which of the following conditions are necessary for a deadlock to occur? ഒരു ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യണമെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് വേണം നമുക്കറിയാം. നോക്ക്, വി ആർ ഹാവിംഗ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രിയംഷൻ, ബൗണ്ടഡ് വെയിറ്റിംഗ് ആൻഡ് സർക്കുലർ വെയിറ്റ്, നോ പ്രിയംഷൻ, റിസോഴ്സ് അലോക്കേഷൻ, ബൗണ്ടഡ് വെയിറ്റിംഗ് ആൻഡ് സർക്കുലർ വെയിറ്റ്, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ്, നോ. സോ ദ ആൻസർ ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലർ. നമ്മൾ ആ ഡെഡ് ലോക്കിന്റെ കണ്ടീഷൻ പറഞ്ഞപ്പം തന്നെ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു അല്ലേ? മ്യൂച്വൽ എക്സ്ക്ലൂഷന്, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ്. ഇത് വന്നാൽ ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് എ, ദാറ്റ് ഈസ് ദിസ് വൺ. ഇതാണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമ്മൾ ബാങ്കേഴ്സ് അൽഗോരിതം പഠിച്ചായിരുന്നു അല്ലേ? സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ബാങ്കേഴ്സ് അൽഗോരിതം ഇൻ ഡെഡ്ലോക്ക് മാനേജ്മെന്റ്? ഡെഡ്ലോക്ക് മാനേജ്മെന്റിൽ ബാങ്കേഴ്സ് അൽഗോരിതം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. Detects deadlock, prevent deadlock, resolve deadlock, or it avoid deadlock. So which one? The answer is it prevents deadlock by ensuring safe resource allocation. അല്ലേ, നമുക്ക് സേഫ് സ്റ്റേറ്റ് ഉണ്ട്, അൺസേഫ് സ്റ്റേറ്റ്സ് ഉണ്ട് ഇത് ബാങ്കേഴ്സ് അൽഗോരിതത്തിനകത്ത്. സോ ബാങ്കേഴ്സ് അൽഗോരിതം നമ്മളെ സഹായിക്കുന്നത് എന്തിനാണ്? That prevents deadlock by ensuring safe resource allocation. Next, which of the following strategies can be used to prevent deadlock? ഏതൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ഡെഡ് ലോക്ക് പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അലോവിങ് ഹോൾഡ് ആൻഡ് വെയിറ്റ്, പ്രിവെന്റിങ് സർക്കുലർ വെയിറ്റ്, അലോവിങ് പ്രിയംഷൻ ഓഫ് റിസോഴ്സസ്. അല്ലേ, നമുക്കറിയാം എന്താണ് പ്രിവെന്റിങ് സർക്കുലർ വെയിറ്റ്, അത് വേണം. അതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഡെഡ് ലോക്ക് വരാം. ദെൻ അലൗവിങ് പ്രിയംഷൻ, വേണം. പ്രിയംഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ദാറ്റ് വിൽ ക്രിയേറ്റ് ഡെഡ് ലോക്ക് അല്ലേ? അപ്പൊ പ്രിവെന്റിങ്, ഇപ്പം അലോവിങ് പ്രിയംഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ക്യാൻ പ്രിവെന്റ് ഡെഡ് ലോക്ക്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബി ആൻഡ് സി. ഹോൾഡ് ആൻഡ് വെയിറ്റ് അലോ ചെയ്താൽ ഡെഡ് ലോക്ക് വരും. എന്നാൽ സർക്കുലർ വെയിറ്റ് ഉണ്ടെങ്കിൽ ഡെഡ് ലോക്ക് വരും, അതില്ലെങ്കിലോ ഡെഡ് ലോക്ക് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രിവെന്റിങ് സർക്കുലർ വെയിറ്റ് അത് കറക്റ്റ് ആൻസർ ആണ്. ദെൻ അലൗവിങ് പ്രിയംഷൻ ഓഫ് റിസോഴ്സസ്, പ്രിയംഷൻ ഇല്ലെങ്കിൽ ഡെഡ് ലോക്ക് വരും, അതുണ്ടെങ്കിലോ ഡെഡ് ലോക്കിനെ ഒഴിവാക്കാം. അതുകൊണ്ട് അലൗവിങ് പ്രിയംഷൻ ഓഫ് റിസോഴ്സസ്. സോ ദ ആൻസർ ഈസ് ബി ആൻഡ് സി. ഇറ്റ്സ് എ റൈറ്റ് ആൻസർ ഫോർ വിച്ച് വൺ? ദ 12th ക്വസ്റ്റ്യൻ. 12th ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആണ് ഏതെന്ന് പറയുന്നത്. ദിസ് ആൻസർ ബി ആൻഡ് സി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദ 12th ക്വസ്റ്റ്യൻ. റൈറ്റ്. സോ then what is starvation in the context of operating system? നമുക്കറിയാം സ്റ്റാർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോസസ്സുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. പ്രയോറിറ്റി ഇല്ലാത്ത പ്രോസസ്, ലോ പ്രയോറിറ്റി പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. whether we having a choice like this? Yes, the choice is B, a condition where a process waits indefinitely for resources. ഇൻഡെഫിനിറ്റ് ആയിട്ട് റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് ലോ പ്രയോറിറ്റി. സോ ദിസ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. അതാണ് അതിന്റെ റൈറ്റ് ആൻസർ.
Then the next one, which of the following can lead to starvation? Starvation എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കർ ചെയ്യാനുള്ള റീസൺസ് നമ്മൾ പറഞ്ഞു. ഏതാണ്? സ്ട്രിക്റ്റ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്, സർക്കുലർ വീക്ക് കണ്ടീഷൻ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രിയംഷൻ. നമുക്കറിയാം ഈ സ്റ്റാർവേഷൻ എന്നുള്ള ടേം കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് ഹാസ് സംതിങ് റിലേറ്റഡ് വിത്ത് പ്രയോറിറ്റി ഓഫ് പ്രോസസ് അല്ലേ. അപ്പൊ ഇവിടെ ആ ചോയ്സിൽ ഏതാ പ്രയോറിറ്റി പറഞ്ഞത്? സ്ട്രിക്റ്റ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. സോ ദാറ്റ് വൺ ഈസ് ദ ആൻസർ ഫോർ വിച്ച് വൺ? Question 14. Which of the following can lead to starvation? ഏതാണ്? Strict priority scheduling that can lead to starvation. അത് starvation occur ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്ത എന്താണ്? നമ്മൾ പഠിച്ചു ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണെന്ന് പഠിച്ചു, റൈറ്റ്. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിൻ്റെ ഡെഡ് ലോക്ക് എന്താണെന്ന് പഠിച്ചു, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണെന്ന് പഠിച്ചു, സ്റ്റാർവേഷൻ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ദെൻ ആഫ്റ്റർ ദിസ് നമുക്ക് നമ്മുടെ അടുത്ത സെഷനിലേക്ക് മൂവ് ചെയ്യാം, റൈറ്റ്. സോ ഇൻ ദ നെക്സ്റ്റ് സെഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് റിഗാർഡിംഗ് ദിസ് CPU ഷെഡ്യൂളിംഗ് ആസ് വെൽ as CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. അതെന്താണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.